കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 29 ചുരുക്കം പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ്, സീസൺ 1 സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ്. സോ നാളത്തെ എപ്പിസോഡും കൂടെ റിലീസ് ആയി കഴിഞ്ഞാൽ സോളോ ലെവലിംഗിന്റെ റാഗ്നറോക്ക് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സീസൺ 1 സീസൺ 2 ഇതുവരെ റിലീസായിട്ടില്ല. അത് റിലീസാകുന്നത് ഉറപ്പായിട്ട് ഞാൻ അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, വരുന്ന ഞായറാഴ്ച മുതൽ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ബൊറുട്ടോയുടെ ബാക്കിയുള്ള 2-3 ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്തു സുഹോ ഞെട്ടി തെരിച്ച് നിൽക്കുവാണ്. കാര്യം അത്രത്തോളം ടോർച്ചാണല്ലോ അവിടെ ഉള്ളത്. അവൻ പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ലൈഫിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരാനും വഴിയില്ല. പക്ഷേ ഇതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? എന്തായാലും ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ഇറർ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ ലൈഫാണെന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കാം. ചിലപ്പോൾ അടുത്തതായിരിക്കും എൻ്റെ അവസാനത്തെ ലൈഫ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എനിക്കെന്തായാലും തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം ഞാൻ മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെ സുഖം ആ വഴിയിലൂടെ നടക്കുവാണ്. ഈ ഓരോ വഴി ഓരോ സ്ഥലത്തേക്കാണ് ബന്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ ബോസ് റൂം എന്ന് പറയുന്നത് എപ്പോൾ എവിടെ അപ്പിയർ ആവുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അത്രയും റാൻഡമായിട്ടാണ് ഈ ബോസ് റൂമൊക്കെ വരുന്നത്. അതുമാത്രമല്ല അവനൊരു കാര്യം ഉറപ്പാണ്, ഇനിയും ബോസ് റൂംസൊക്കെ ഉണ്ട്. അതായത് ഇനി മറ്റേതെങ്കിലും ഒരു ബോസ് റൂം തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അതും തപ്പിയാണ് അവൻ നടക്കുന്നത്. കാര്യം ഇത് അത്രത്തോളം വലിയൊരു സ്ഥലമായിരുന്നു. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, മറ്റൊരു റൂം കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സുഹോ മുമ്പിലേക്ക് നടക്കാൻ നേരത്താണ് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പ്രസൻസ് അവൻ സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഇരുട്ടിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഒരു കളിപ്പാട്ടമായിരുന്നു. ആ കളിപ്പാട്ടത്തിൻ്റെ പുറകെ നമ്മുടെ ബേബി സുഹോ ഉണ്ടായിരുന്നു. ഇവനെ കണ്ടത് നമ്മുടെ സുഹോ ഞെട്ടിത്തിരിച്ചുപോയി. ഇവനെന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് മാത്രമല്ല ഇവനെങ്ങനെയാണ് ഇവിടെ വന്നത്? ആ ഡോർ ഓപ്പണായി കിടന്നുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ്റെ കാല് പൊട്ടിത്തെറിച്ചു പോകും. വേദന കൊണ്ട് താഴ്ത്തി വീണ് നമ്മുടെ സുഹോ കിടന്ന് കാറുവാണ്. അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം അവൻ്റെ കാല്, അതായത് ഒരു റാങ്ക് 100 നമ്മുടെ സുഹോൻ്റെ കാല് അങ്ങനെ നശിച്ചു പോയത് വെറും ഒരു പാവ കൊണ്ടാണ്. അതും പഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഒരു പാവ കൊണ്ട്. ഇത് ശരിക്കും റൂളേഴ്സ് അതോറിറ്റി തന്നെയാണോ? പക്ഷേ ഇതിനെങ്ങനെയാണ് ഇത്ര സ്പീഡുള്ളത്? ഈ സമയത്ത് മറ്റാരോ കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ മറ്റേ സുഖമായിരുന്നു. കോപ്പ്, ഈ ക്വസ്റ്റ്യൊക്കെ ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനെന്ന് പറയുന്ന സെക്കൻഡിൽ തന്നെ ആ സുഹോ നമ്മുടെ ഒറിജിനൽ സുഹോയുടെ തലയുണ്ടല്ലോ അത് അടിച്ച് പൊട്ടിച്ച് കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഹോനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കോപ്പ് ഇത് ടോട്ടലി ചീറ്റിംഗ് ആണ്. എന്ത് കഷ്ടമാണ്. ഈ ബോസൊക്കെ എന്തിനാണ് പുറത്തുകൂടെ ഇറങ്ങി നടക്കുന്നത്? അത് മാത്രമല്ല ഇത്രയും ഡിഫിക്കൽട്ടായുള്ള ക്വസ്റ്റ് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണ്? പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഇവിടെയുള്ള ഓരോ ടോർച്ചും എൻ്റെ ലൈഫ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം എനിക്ക് പലതവണ മരിച്ചാലും തിരിച്ച് വീണ്ടും വരാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഒരു ഡോറ് ഞാൻ കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ. ഞാൻ അവനെ ചലഞ്ച് ചെയ്യണം, പുതിയൊരു വഴി കണ്ടുപിടിക്കണം. പക്ഷേ ഇതിനായിട്ട് സുഹോ വീണ്ടും അവരുടെ കൈകൊണ്ട് മരിക്കുവാണ്. ഒരു വട്ടം മറ്റേ സുഹോ ആണെങ്കിൽ പിന്നെ ബേബി സുഹോ ആയിരിക്കും, പിന്നെ മറ്റേ സുഹോ, പിന്നെയും ബേബി സുഹോ. അങ്ങനെ കൗണ്ട്ലെസ് ആയുള്ള പല തവണ, നിരവധി തവണ അവന് പോലും അറിഞ്ഞുകൂടാ അവന് എത്ര തവണ മരിച്ചെന്ന്. അങ്ങനെ വീണ്ടും മരിച്ച് വീണ്ടും വന്ന് വീണ്ടും മരിച്ച് വീണ്ടും വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. കോപ്പ്, എന്നെ കൊണ്ടിത് പറ്റുമോ? ഇനി എങ്ങനെ മറ്റൊരു ബോസ് റൂം എക്സിറ്റ് ചെയ്യുന്നില്ലെങ്കിലോ? ഇതെല്ലാം ഒരു ഇററാണെങ്കിലോ? ശരിയാണ്, ഇൻഫിനിറ്റ് ലൈഫ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ എനിമീസ് എനിക്ക് അവരുമായിട്ട് പിടിച്ച് നിൽക്കാൻ പോലും പറ്റാത്തതാണ്. അത് മാത്രമല്ല ഇവിടെ വെച്ച് എനിക്ക് ലെവലപ്പ് ആകാനും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് പ്യുവർ ഹെല്ല് തന്നെയാണ്. പക്ഷേ ആ കാര്യമൊക്കെ ഓർക്കാൻ നേരത്ത് എനിക്കിവിടെ പിടിച്ച് നിൽക്കാനും പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് അവന് ദേഷ്യമായിട്ട് അവൻ്റെ ചുണ്ട് കടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചോരെടുത്തിട്ട് പറയുകയും ചെയ്യും, എന്തായാലും ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചോരുണ്ട് ഒരു പടം അവൻ വരയ്ക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവൻ പോകുന്ന ഓരോ വഴി അവൻ ക്ലീനായിട്ട് തന്നെ വരച്ച് വെക്കുവാണ്. അതായത് അടുത്ത പ്രാവശ്യം അവന് മറ്റൊരു വഴി പോകാമല്ലോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ വെള്ളമാണ്. അവിടെയായിട്ട് ഈ സ്റ്റാർഡസ്റ്റിനെ പറ്റിയുള്ള എല്ലാ ന്യൂസും പുറത്തു വന്നിട്ടുണ്ട്. ഇതാരാണ്, എന്താണ്, അത് നമ്മുടെ ലീമിൻസ് എങ്ങനെ പറ്റിയുള്ളതും അതെല്ലാം ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല സ്റ്റാർഡസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി എല്ലായിടത്തും നിരോധിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെമ്മറിക്ക് പ്രശ്നമുണ്ട്, മറ്റേ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ന്യൂസൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിം തേഗ്യുവിനെയാണ്. അവൻ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ഞാനാണ്. ഹണ്ടർ ലിം തേഗ്യു, താങ്കളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. താങ്കൾ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? പക്ഷേ ഞാൻ അവനെ പിടിച്ചിരുന്നെങ്കിൽ എന്നാലും അതിൽ കൂടുതൽ എന്നെ ബോധർ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ലീ മിൻസങ്ങിൻ്റെ ലുക്കാണ്. അവൻ കംപ്ലീറ്റ്ലി മറ്റൊരാളെ പോലെയായിരുന്നു. അവൻ്റെ അപ്പിയറൻസ് ഒക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും സ്റ്റാർഡസ്റ്റിൻ്റെ സ്കില്ല് വല്ല ആയിരിക്കുമോ? അങ്ങനെ ചിലപ്പോൾ അതൊരു പോസിബിലിറ്റി ആയിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ ആ ഒരു ബ്ലാക്ക് മാസ്ക് ഹണ്ടർ, അവൻ എന്താണ് ലീ മിൻസങ്ങായിട്ട് ഫൈറ്റ് ചെയ്തത്? ആരാ ആ ലീ മിൻസങ്ങിനെ കൊന്നവനോ? അതാരാന്ന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ബ്ലാക്ക് മാസ്ക് അത്
അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മൈൻ ടീമായിട്ട് കോൺടാക്ട് ചെയ്തത്. ആ കൂടെ തന്നെ മിസ്സിംഗ് ആയ ഒരു തന്നെ ഫോട്ടോ കൂടെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ പേര് സുഹ എന്നാണ്. അത് മാത്രമല്ല അവനൊരു D റാങ്ക് ഹണ്ടറാണ്. പക്ഷേ ഇവൻ എന്തെങ്കിലും ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ മേല. അല്ല, എനിക്ക് എൻ്റെ ഫോട്ടോ കാണാൻ പറ്റുമോ? പിന്നെന്താ, ഒന്നുമില്ലെങ്കിലും നീ അവിടെ ഉണ്ടായിരുന്നല്ലോ, പാക് ഡൂജിൻ. അങ്ങനെ ആ ഫോട്ടോ അവനെടുത്ത് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചെയർമാൻ വു പറയുന്നുണ്ട്, കോപ്പ് സൂഹോ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ, അവൻ വീണ്ടും മിസ്സായിട്ടുണ്ട്. അത് മാത്രമല്ല ആ ബ്ലാക്ക് മാസ്ക് ഹണ്ടർ അത് ചിലപ്പോൾ സൂഹോ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? ഈ സമയത്ത് നമ്മുടെ സൂഹോൻ്റെ ഫോട്ടോ കണ്ട നമ്മുടെ പാക് ഡൂജിൻ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂഹോൻ്റെ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ പ്രതീക്ഷയില്ല, ഒന്നും തന്നെയില്ല. പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുവാണ്. അവിടുത്തെ മാപ്പിന്റെ ഒരു 80% സുഹോ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമട്ടിനാണ്. അമട്ടാവട്ടെ നമ്മുടെ ബിറുവിനെ വഴക്ക് പറയാണ്. എടാ, നീ ഒന്ന് മര്യാദയ്ക്ക്, അദ്ദേഹം ഉറപ്പായിട്ടും തിരിച്ചു വരും. നിനക്കങ്ങനെ പലതും പറയാം. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടുത്തം പോലില്ല. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ എങ്ങനെ കാം ഡൗൺ ആകാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യങ് മോണർസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ബെറുവിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും. ഓൾമോസ്റ്റ് 2 ആഴ്ചയായി യങ് മോണർച്ച് ആ ഒരു ഗേറ്റിൽ കയറിയിട്ട്. സോ നീയും അദ്ദേഹത്തിനെ പറ്റി ഓർത്തിരിക്കുവാണ്. നീ എങ്ങനെ പറയുന്നത് വേണ്ട, നീയും ഓരോ ടീമിലുള്ളതല്ലേ, നിനക്ക് സങ്കടമൊന്നുമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ യങ് മോണർച്ചിനെ പറ്റി എന്തെങ്കിലും അറിയാവോ? എന്തെങ്കിലും? നീയൊക്കെയല്ലേ എന്നെക്കാട്ടും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. നീയൊക്കെ ഈ ഷാഡോ മൊണാർക്കായിട്ട് അദ്ദേഹത്തിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, അദ്ദേഹം ഒരു കൊച്ചു കുട്ടി തന്നെയാണ്. പക്ഷേ ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ഷാഡോ മൊണാർക്കിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, സുഹു ഒട്ടും നിസാരക്കാരനല്ല. അവൻ്റെ കൈ ഒടിഞ്ഞിട്ടും എല്ലുകൾ ഒടിഞ്ഞിട്ടും അവൻ ആ പുഷപ്പ് എടുക്കുന്നത് ഞാൻ കണ്ടതാണ്. അവൻ്റെ കണ്ണിലെ ആ ഒരു ഡിറ്റർമിനേഷൻ ഞാൻ കണ്ടതാണ്. അവൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും പുള്ളിക്കാരൻ ഉറപ്പാട് അവിടുന്ന് ജീവനോടെ തന്നെ പുറത്തിറങ്ങുമെന്ന് എനിക്ക് 101% ഉറപ്പാണ്. ഇത് കേൾക്കാനകത്ത് അവർക്ക് രണ്ടുപേരും കുറച്ച് ആശ്വാസമായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹോ നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ അറ്റാക്ക് ചെയ്യുന്നത് മറ്റാരുമായിട്ടല്ല, മറ്റേ സുഹോൻ്റെ നേരെയായിരുന്നു. അവൻ പറയുന്നുണ്ട്, നീ എത്ര തവണ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു അറ്റാക്ക് നമ്മുടെ സുഹോൻ്റെ ഫേസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒറിജിനൽ സുഹോനെ അവൻ കഷ്ണങ്ങളായിട്ട് കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൻ പോകുന്നത് നമ്മുടെ ബേബി സുഹോൻ്റെ അടുത്തിലേക്കാണ്. പക്ഷേ ബേബി സുഹ അവനെ ഞെരുക്കി കൊന്നുകളയും. അവൻ കൗണ്ട്ലെസ് ആയിട്ടുള്ള തവണ മരിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ തവണ മരിക്കാൻ നേരത്ത് ഓരോ വഴി അവൻ കണ്ടുപിടിക്കും. അത് മാത്രമല്ല പല കാര്യങ്ങളും അവൻ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ആ കൊച്ചു പയ്യൻ എന്നെ നിന്ന് തൊടാതെ പോലും കൊല്ലുന്നവൻ്റെ പേരാണ് ബേബി സങ് സുഹോ. അവനൊരു പ്ലെയർ ഒന്നുമല്ല, പക്ഷേ അവൻ്റെ കയ്യിലുള്ള പവർ എന്ന് പറയുന്നത് റൂളേഴ്സ് അതോറിറ്റിയാണ്. അത് മാക്സ് ലെവലാണ്. പിന്നെ മറ്റവൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഡാമേജ് തരുന്നവൻ, അവൻ്റെ പേരാണ് ട്യൂട്ടോറിയൽ സങ് സുഹോ. അതുമാത്രമല്ല അവൻ്റെ ക്ലാസ് കൊണ്ട് സോൾ സ്ട്രൈക്കർ. പിന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അവൻ്റെ ലെവലാണ് 99. അവനൊരു മോൺസ്റ്റർ തന്നെയാണ്. എന്നിട്ട് ചാടി കഴിഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, പക്ഷേ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓടുവാണ്. ഈ സമയത്ത് നിരവധി തവണ മരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ തവണ അവൻ മരിക്കാൻ നിർത്തും അവന് മരണത്തിനോടുള്ള പേടി കുറഞ്ഞു വരുവാണ്. അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ മരണത്തിന് ഒട്ടും ലൈറ്റ് ആയിട്ട് കാണാൻ പാടില്ല. ഏതൊരു സമയമാണെങ്കിലും ഞാൻ സർവൈവ് ചെയ്യാനാണ് മാക്സിമം നോക്കേണ്ടത്. പക്ഷേ ഓരോ തവണ മരിക്കാൻ നിർത്ത് ഞാൻ കൂടുതൽ ടഫാകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി എന്തായാലും ഈ ഒരു സ്ഥലം കൂടെ ബാക്കിയുള്ളൂ, ഇവിടെയും കൂടെ ഞാൻ നോക്കണം. ഇവിടെ എങ്ങനെ ഒരു ഡോർ ഇല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉറപ്പായിട്ട് ഇവിടെ കിടന്ന് നിരവധി തവണ മരിക്കുന്നതല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറ്റൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവരോട് കൂടുതൽ പെട്ടെന്ന് തന്നെ ഓടിയെടുക്കുന്നുണ്ട്. അതായത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവൻ ഇങ്ങോട്ട് തന്നെ വന്നു. അതിനർത്ഥം ഇവന്മാരെന്തോ അവിടെ ഹൈഡ് ചെയ്യുവാണെന്നാണ്. ആ സൈഡിലേക്ക് ഇവന്മാരെന്നെ വിടാതെ നോക്കുവാണ്. അങ്ങനെ നമ്മുടെ സുഹ നേരെ അവൻ്റെ നേരെ ഓടുവാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അത് റൂളേഴ്സ് അതോറിറ്റിയാണ്. അതായത് ഒരു ഇൻവിസിബിൾ ഹാൻഡ് പോലെയാണ് അവനത് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ബോഡിയിൽ ഒരു കവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ അതെനിക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്ന് പറയാൻ നേരത്തെ തന്നെ സുഹുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു അറ്റാക്ക് അങ്ങോട്ട് പോകും. ആ ഒരു അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ അവൻ നേരെ മുകളിലേക്ക് ചാടുന്നുണ്ട്. ചാടി ഇപ്പുറത്തേക്ക് വരാൻ നേരത്ത് അവൻ്റെ ഷർട്ട് ഊരിയിട്ട് അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവൻ നേരെ അവിടുന്ന് ഓടുവാണ്. ഈ ഒരു വഴി മാത്രമാണ് ഞാൻ ഇതിനു മുമ്പ് വഴത്തത്. അത് മാത്രമല്ല അവിടെ ഒരു ഡോർ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, അതായിരിക്കണം എൻ്റെ സ്ഥലമൊന്നും പറഞ്ഞിട്ട് നേരെ ചാടിയിട്ടുണ്ട്. അങ്ങനെ സുഹ അവിടെ ഒരു ഡോർ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അതിന് അത്യാവശ്യം സന്തോഷമായി. സോ ഇതിൻ്റെ പുറകിൽ ആയോണ്ട് അവൻ എങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറയാൻ നേരത്ത് ആ ഒരു സെൻസേഷൻ അവന് കിട്ടി. അതായത് നമ്മുടെ സോൾ സ്ട്രൈക്കർ സുഹോ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ എത്ര പെട്ടെന്ന് ആ ഗേറ്റിൻ്റെ പുറത്ത് കടന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ആ ഡോറിൻ്റെ അടുത്തേക്ക് കടക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ സോൾ സ്ട്രൈക്കർ സുഹോ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ നമ്മുടെ സുഹോൻ്റെ നേരെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ സുഹോ പെട്ടെന്ന് ആ ഡോറിൻ്റെ അകത്ത് കയറി അതങ്ങോട്ട് അടക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കിടന്ന് കിതക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ സോൾ സ്ട്രൈക്കർ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. അതിനർത്ഥം അവന് ഇതിൻ്റെ അകത്ത് വരാൻ പറ്റത്തില്ല. രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിവിടെ തീർന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് മറ്റൊരാൾ കൂടെ വരാൻ ചാൻസ് ഉണ്ട്.
അത് ചിലപ്പോൾ ആരായിരിക്കും? ആദ്യത്തെ ട്യൂട്ടോറിയലുള്ള ഞാനായിരിക്കുമോ? അതോ ആ ഏറ്റവും കൂടുതൽ വെപ്പൺസ് യൂസ് ചെയ്ത ഞാനായിരിക്കുമോ? ഇനി അതൊന്നും അല്ലായെങ്കിൽ ആരായിരിക്കും എന്ന് പറഞ്ഞിടത്ത് ഒരുത്തൻ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അതും നമ്മുടെ സൂഹു തന്നെയായിരുന്നു. പക്ഷേ അവന് കുറച്ചധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ ഒറിജിനൽ സൂഹ യൂസ് ചെയ്യുന്ന പോലത്തെ ഗോംഗ്ലിറ്റ്സ് അല്ല, പകരം സോട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നാളെയാണ് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ, അതായത് സീസൺ 1ന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഇപ്പം തന്നെ നമ്മുടെ പേജ് അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.